ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയ സ്റ്റോറി വായിക്കാൻ പോവുകയാണ് കേട്ടോ. ഈ സ്റ്റോറിയുടെ പേരാണ് ചിക്കൻ ലിക്കൻ. അതിപ്പോൾ ആരാ എഴുതിയത് നമ്മൾ കണ്ടോ? ആരാ എഴുതിയത്? ജൊനാഥൻ അലൻ എന്ന് പറഞ്ഞ ഒരു ആം, ഒരു എഴുത്തുകാരനാണ് ഇത് എഴുതിയത് കേട്ടോ. അപ്പോൾ ജൊനാഥൻ അലൻ. അപ്പോൾ നമുക്കിത് സ്റ്റോറിയിലോട്ട് പോകാം. ചിക്കൻ ലിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഴിക്കുഞ്ഞിൻ്റെ പേരാണ് ലിക്കൻ. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞി കോഴിയുടെ കഥയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എൻ്റെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് അതിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. വൺ ഡേ ചിക്കൻ ലിക്കൻ വാസ് പ്ലേയിങ് അണ്ടർ ആൻ ഓക്ക് ട്രീ വെൻ സഡൻലി ആൻ acorn fell on his head. ക്ലോക്ക്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ചിക്കൻ ലിക്കൻ നമ്മുടെ ഈ ഓക്ക് ട്രീയുടെ താഴെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സഡൻലി വളരെ പെട്ടെന്നാണ് ഒരു നമ്മുടെ ഏക്കോൺ ഫെൽ ഓൺ ഹിസ് ഹെഡ്. ഏക്കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓക്ക് ട്രീ ഇല്ലേ, ഓക്ക് ട്രീയുടെ ഫ്രൂട്ടിനാണ് ഏക്കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് അവൻ്റെ തലയിൽ വന്ന് വീണു. Poor chicken licken did not know that it was an acorn. അവൻ അറിഞ്ഞൂടായിരുന്നു കേട്ടോ അതൊരു ഏക്കോണായിരുന്നു. ഹി തോട്ട് ദ സ്കൈ വാസ് ഫാളിങ് ഡൗൺ. അപ്പോൾ നമ്മുടെ ഈ പാവം ചിക്കൻ ലിക്കൻ എന്താ വിചാരിച്ചത്? നമ്മുടെ ചിക്കൻ ലിക്കൻ മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന മാത്രം ആകാശമാണ്. അപ്പം നമ്മുടെ കുഞ്ഞിക്കോഴി വിചാരിച്ച ആകാശം മുകളിൽ നിന്ന് താഴോട്ട് വീണെന്നാണ് കേട്ടോ. സോ ഹി ഹറിഡ് ഓഫ് ടു ടെൽ ദ കിങ്. അവൻ വളരെ വേഗത്തിൽ രാജാവിനോട് പറയാൻ പോവുകയാണ്. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് സംഭവമല്ലേ നടന്നേക്കണേ എന്ന് വെച്ചാൽ ആകാശം മുകളിൽ നിന്ന് താഴെ വീണേക്കണം. ദിസ് ഇസ് സീരിയസ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അപ്പോൾ നമ്മുടെ ആശാൻ ഓടി രാജാവിനോട് പറയാൻ പോവുകയാണ്. നോ ടൈം അറ്റ് ഓൾ. സമയം ഒട്ടുമില്ല. ചിക്കൻ ലിക്കൻ കെയിം ടു സം ബുഷസ്. സമൺ വാസ് ബിഹൈൻഡ് ദം. അപ്പോൾ ഓടി നമ്മുടെ ചിക്കൻ ലിക്കൻ ഈ ബുഷില്ലേ കുറ്റിക്കാടിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ആരോ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിക്കൻ ചോദിക്കണേ, വാസ് ഇറ്റ് ദ കിങ്? അത് രാജാവാണോ? ഈസ് ദാറ്റ് യുവർ മജസ്റ്റി? പ്രഭു, അങ്ങാണോ അത് ബുഷിൻ്റെ പുറകെ നിൽക്കണത്? അപ്പോൾ ആരായിരുന്നു ആ ബുഷിൻ്റെ പുറകെ നിന്ന് വെച്ചത്? കണ്ടോ, ആരായിരുന്നു അത്? നോ, ഇറ്റ് വാസ് ഹണി പെന്നി. ഹണി പെന്നി. ഇത് നമ്മുടെ ഹെന്നി പെന്നിയാണ്. യു ആർ നോട്ട് ദ കിങ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിക്കൻ ആളെ കണ്ട് മനസ്സിലായി നമ്മുടെ ഹെന്നി പെന്നിയാണ്. നീ രാജാവൊന്നുമല്ല. ഓഫ് കോഴ്സ് ഐ എം നോട്ട്. യു ഡാഫ് തിങ്. ഐ എം എ ഹാൻ. അല്ലെങ്കിൽ ഞാൻ രാജാവൊന്നുമല്ല കേട്ടോ. നീ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത തരമൊന്നും പറയാതെ. ഞാനൊരു അമ്മക്കോഴിയല്ലേ. ബട്ട് ദ സ്കൈ ഈസ് ഫാളിങ് ഡൗൺ. ഐ മസ്റ്റ് ടെൽ ദ കിങ്. എന്താണെന്ന് വെച്ചാൽ ആകാശം താഴെ വീണു കേട്ടോ. എനിക്കത് രാജാവിനോട് പറയണം. അപ്പോൾ ഹെന്നി പെന്നി ഭയങ്കര ഷോക്ക്ഡായി. ദെൻ ഐൽ കം വിത്ത് യു. എന്നാൽ ഞാനും കൂടി നിൻ്റെ കൂടെ വരാം. നമുക്ക് ഒരുമിച്ച് പോയി രാജാവിനോട് പറയാം. അപ്പോൾ രണ്ടുപേരും കൂടി പോകാൻ പോകണേ ഒരുമിച്ച്. സോ ദ ചിക്കൻ ലിക്കൻ ആൻഡ് ഹെന്നി പെന്നി വാക്ക്ഡ് അലോങ് ആൻറ്റിൽ ദേ കെയിം ടു എ ഗേറ്റ്. സമൺ വാസ് ബിഹൈൻഡ് ഇറ്റ്. അവർ രണ്ടുപേരും കൂടി നമ്മുടെ ഒരു ഗേറ്റ് വരെ അങ്ങോട്ട് നടന്നു. അപ്പോൾ ആരും ആ ഗേറ്റിൻ്റെ പുറകിലുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. വാസ് ഇറ്റ് ദ കിങ്? അത് രാജാവായിരിക്കുമോ? രണ്ടുപേരും കൂടി അങ്ങോട്ടും കൂടി സംശയം പറയാൻ പോയി. ഈസ് ദാറ്റ് ഹിം? അത് രാജാവായിരിക്കുമോ? ഐ ഡോണ്ട് തിങ്ക് ദ കിങ് ഹാസ് 4 legs. അപ്പം നമ്മുടെ ഈ ചിക്കൻ പറയും, നമ്മുടെ ചിക്കൻ ലിക്കൻ പറയും, ആ രാജാവിന് 4 കാലുണ്ടെന്ന് എനിക്ക് ഏതായാലും തോന്നണില്ല. അപ്പം ആരായിരിക്കും ആ ഗേറ്റിൻ്റെ പുറകിൽ? നമുക്ക് നോക്കാം. ആരൊക്കെയായിരുന്നു? 2 പേരുണ്ട്. അപ്പോൾ ആരായിരുന്നു? നോ, ഇറ്റ് വാസ് ഗൂസി ലൂസി ആൻഡ് ഡ്രാക്കി ലാക്കി. ഇത് ഗൂസി ലൂസി ആൻഡ് ഡ്രാക്കി ലാക്കിയാണ്. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഗൂസി ഇതെന്ന് പറഞ്ഞിട്ട്, ഗൂസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയും പാത്തത്താറാവ്. താറാവിൻ്റെയൊക്കെ പോലെ ഇരിക്കണം. പക്ഷേ താറാവിനേക്കാളും വളരെ വലുതായിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് പാത്തത്താറാവെന്നാണ്. പിന്നെ നമ്മുടെ അതിനെയാണ് ഗൂസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഡ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താറാവിന് പറയണ വേറൊരു പേരാണ് കേട്ടോ. അപ്പോൾ ഡ്രക്കി ലേക്കിയും ഗൂസി ലൂസിയും ആയിരുന്നു ആ ഗേറ്റിൻ്റെ പുറകിൽ. അവരുടെ ആ 4 കാലുകളാണ് നമ്മുടെ ആരൊക്കെ കണ്ടത്? നമ്മുടെ ചിക്കൻ ലിക്കനും ഹനി പെന്നിയും കൂടി കണ്ടത്. ദ സ്കൈ ഈസ് ഫാളിങ് ഡൗൺ. വി മസ്റ്റ് ടെൽ ദ കിങ്. ആകാശം താഴെ വീണിരിക്കുകയാണ് കേട്ടോ. നമുക്കത് രാജാവിനോട് പറയണം. അപ്പോൾ നമ്മുടെ ഗൂസി ലൂസിയും നമ്മുടെ ഡ്രാക്കി ലാക്കിയും പറയും, ദെൻ വി വിൽ കം വിത്ത് യു. എന്നാൽ ഞങ്ങളും കൂടി നിൻ്റെ കൂടെ വരാം.
ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അവരെ സോ ദ ചിക്കൻ ലിക്കൻ ഹണി പെനി ഗൂസി ലൂസി ആൻഡ് ഡ്രാക്കുലാക്കി വാക്ക്ഡ് ഓൺ ആൻറ്റിൽ ദി കെയിം ടു ആൻ ഓപ്പൺ മീറ്റർ. അപ്പോൾ അവരെത്ര പേരുണ്ട് ഇപ്പം? 4 പേരും കൂടി, ചിക്കൻ ലിക്കനും നമ്മുടെ ഹണി പെന്നിയും ഗൂസി ലൂസിയും ഡ്രാക്കുലാക്കിയും കൂടി അവർ എവിടെ വരെ നടക്കും? അവരൊരു മീഡോ എത്തണ വരെ അങ്ങോട്ട് നടക്കും കേട്ടോ. ഈ മീഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുൽമേടിനെയൊക്കെ പറയണതാണ് ഈ മീഡോ. കണ്ടോ, ഇതാണ് മീഡോ കേട്ടോ. അപ്പോൾ അവിടെ നടക്കും. അപ്പോൾ someone was in the long grass. ആരോ ആ പുല്ലിൻ്റെ ഉള്ളിലുണ്ട്. വാസ് ഇറ്റ് ദ കിങ്? അത് രാജാവായിരിക്കും. എല്ലാവർക്കും സംശയമായി. ഹാസ് ദ കിങ് ഗോട്ട് ലോങ് ബ്രൗൺ ഇയേഴ്സ്? അപ്പോൾ നമ്മുടെ ആരാ പറയണേ? നമ്മുടെ ഹെന്നി പെന്നി പറയും, രാജാവിന് നീണ്ട ബ്രൗൺ ഇയേഴ്സ് വല്ലതും ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് സോ. നമ്മുടെ ചിക്കൻ ലിക്കൻ പറയും. അപ്പോൾ ആരായിരിക്കും അവിടെ ഇരുന്നേച്ചത്? നോ, ഇറ്റ് വാസ് ഫണ്ണി ബണ്ണി ആൻഡ് ലവ്വി ഡവ്വി. നമ്മുടെ മുയൽക്കുട്ടനായിരുന്നു ഫണ്ണി ബണ്ണി. മുയലിന് വേറെ പറയുന്ന പേരാണ് കേട്ടോ ബണ്ണി. അപ്പോൾ ഫണ്ണി ബണ്ണിയും ലവ്വി ഡവ്വി, നമ്മുടെ പ്രാവും നമ്മുടെ മുയൽക്കുട്ടനും കൂടി അവിടെ ഇരുന്നേച്ചത് ഈ മീഡോയുടെ ഉള്ളിൽ. ദ സ്കൈ ഈസ് ഫാളിങ് ഡൗൺ, വി മസ്റ്റ് ടെൽ ദ കിങ്. ആകാശം താഴെ വീണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നമുക്ക് രാജാവിനോട് പറയണം. ദെൻ വിൽ കം വിത്ത് യു. അപ്പോൾ അവരും പറയും, എന്നാൽ ഞങ്ങളും കൂടി നിൻ്റെ കൂടെ വരാം. ഓക്കെ അല്ലേ? സോ ദ ചിക്കൻ ലിക്കൻ ഹണി പെനി ഗൂസി ലൂസി ഡ്രാക്കുലാക്കി ഫണ്ണി ബണ്ണി ആൻഡ് ലവ്വി ഡവ്വി വാക്ക്ഡ് ഓൺ അൻറ്റിൽ ദേ മെറ്റ് ഡ്രാക്കുലാക്കി. അപ്പോൾ അവരെല്ലാവരും കൂടി അങ്ങോട്ട് പോയി ഒരുമിച്ച് ഒരു പട പോലെ എല്ലാവരും കൂടി പോണേ. അപ്പോഴാണ് അവർ ആരെ കാണേ? നമ്മുടെ ഒരു ടർക്കി കോഴിനെ കാണുന്നത്. ടർക്കി കോഴിയുടെ പേരാണ് ടർക്കി. ചിക്കൻ ലിക്കൻ ഹാസ് സം ബാഡ് ന്യൂസ്. അപ്പം നമ്മുടെ ആരാ പറയും? നമ്മുടെ ഫണ്ണി ബണ്ണി പറയുകയാണ്, ചിക്കൻ ലിക്കന് ഒരു സങ്കടകരമായ ഒരു വാർത്ത പറയാനുണ്ട്. ഓ ടർക്കി, ദ സ്കൈ ഈസ് ഫാളിങ് ഡൗൺ, വി മസ്റ്റ് ഗോ ആൻഡ് ടെൽ ദ കിങ്. എൻ്റെ പൊന്ന് ടർക്കി, ആകാശം താഴെ വീഴണം കേട്ടോ, നമുക്കിത് എന്തായാലും രാജാവിനോട് പോയി പറയണം. അപ്പോൾ ഇതെല്ലാം കേട്ടുണ്ട്. ബട്ട് someone was listening behind the straw bales. ആരോ വൈക്കോൽക്കൂനിയുടെ പുറകെ, സ്ട്രോയിലെ വൈക്കോൽക്കൂനിയുടെ പുറകെ ആരും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണെന്ന് നമുക്ക് നോക്കിയാലോ? They want to see the king, do they? Well. Yeah. അപ്പോൾ നമ്മുടെ ആരായിരുന്നു അത്? ഇറ്റ് വാസ് ഫോക്സി ലോക്സി. നമ്മുടെ ഫോക്സ്, കുറുക്കനായിട്ടുള്ള ലോക്സി ആയിരുന്നു. അവർക്ക് രാജാവിനെ കാണണം പോലും. well, നല്ല കാര്യമാണ്. So the chicken licked Henny Penny, Goosey Lucy, Dracky Funny Bunny, Lovey Dovey, and the Turkey walked on until they came to an important looking door. അവരെല്ലാവരും കൂടി ആ പ്രധാനപ്പെട്ട വാതിലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണേ. രാജാവിൻ്റെ ആ കൊട്ടാരത്തിൻ്റെ മുമ്പിലുള്ള ആ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ യുവർ മാജസ്റ്റി, അയുധ പ്രഭു, താങ്കൾ അവിടെ ഉണ്ടോ? സമ്മൺ വാസ് ബിഹൈൻഡ് ഇറ്റ്. വാസ് ഇറ്റ് ദ കിങ്? ആരും ആ ഗേറ്റിൻ്റെ പുറകെ ഉണ്ട്, ആ പാലസ് ഗേറ്റിൻ്റെ പുറകെ ഉണ്ട്. അത് ചിലപ്പോൾ രാജാവായിരിക്കും. അപ്പോൾ നമുക്ക് ഗേറ്റും തുറന്ന് നോക്കിയാലോ ആരായിരിക്കുമെന്ന്. Wow, it certainly looked like the king. അത് എന്തോ രാജാവിനെ പോലെ തന്നെയുണ്ട്. Your Majesty, thank goodness we have found you. The sky is falling down. എൻ്റെ പൊന്നു പ്രഭു, അവസാനം ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തിയോ എൻ്റെ ദൈവമേ. The sky is falling down. ആകാശം താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. Really? How interesting. To come in and tell me about it. My family are dying to eat you. Meet you. അപ്പം നമ്മുടെ ഫോക്സ് പറയാനാണ്, റിയലി? എൻ്റെ ദൈവമേ, ഹൗ ഇൻട്രസ്റ്റിംഗ്. എല്ലാവരും അകത്ത് വരൂ. ഡു കം ഇൻ ആൻഡ് ടെൽ മീ അബൌട്ട് ഇറ്റ്. എന്നോട് പറയാം എന്താ സംഭവിച്ചെന്ന് പറയാം. മൈ ഫാമിലി ആർ ഡൈയിങ് ടു ഈറ്റ് യു. എൻ്റെ ഫാമിലി നിങ്ങളെ ഈറ്റ് ചെയ്യാൻ കാത്തിരിക്കണം. നോ. പെട്ടെന്ന് അങ്ങോട്ട് വേർഡ് മാറ്റിയിട്ട് പറയും, ഐ വിൽ മീറ്റ് യു. എൻ്റെ ഫാമിലി നിങ്ങളെ കാണാൻ കാത്തിരിക്കുക. ബട്ട് സംതിങ് വാസ് നോട്ട് ക്വൈറ്റ് റൈറ്റ്. അപ്പം നമ്മുടെ ചിക്കൻ ലിക്കൻ എന്തോ സംശയം തോന്നും. ഇറ്റ്സ് ഫോക്സി ലോക്സി. ഗാഡ്, ഇറ്റ്സ് നമ്മുടെ ഫോക്സി ലോക്സിയാണ്. Quick as a flash, Henny Penny, Funny Bunny and Lovey Dovey slammed the door and locked it. അപ്പോൾ അവർക്ക് സംശയം തോന്നി അത് ഫോക്സി ലോക്സിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മുടെ ഹെന്നി പെനിയും ഫണ്ണി ബണ്ണിയും ലവി ഡോവിയും കൂടി ആ ഡോർ അങ്ങോട്ട് വലിച്ചടച്ചിട്ട് അത് താഴ്ട്ട് അങ്ങോട്ട് പൂട്ടും. Now we can get away. നമുക്ക് ഓടിപ്പോവാട്ടോ. ബാങ്. Does the king have big pointy teeth and the bushy red tail?
നമ്മുടെ രാജാവിന് കൂർത്ത പല്ലുകളുണ്ടോ, വളരെ വലിയ ബുഷി ആയിട്ടുള്ള റെഡ് ടെയിലുണ്ടോ? നോ, ബട്ട് ഐ നോ ഹൂ ഡസ്. പക്ഷേ എനിക്കറിയാം ആർക്കാണ് അതുള്ളതെന്ന്. ക്വിക്ക് ഷട്ട് ദ ഡോർ. വേഗം ഡോർ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ലിക്കൻ അങ്ങ് ഡോർ ക്ലോസ് ചെയ്യും കേട്ടോ. So the chicken licken and his friends were safe. Then Squirrel scampered up. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം എന്തായാലും സേഫായി. അപ്പോഴാണ് ആര് വന്നത്? നമ്മുടെ സ്ക്യൂറൽ ഓടിച്ചാടി അങ്ങോട്ട് വരും. ഓ ചിക്കൻ ലിക്കൻ, ഇറ്റ് വാസ് നോട്ട് ദ സ്കൈ ഫാളിങ് ഡൗൺ, ഇറ്റ് വാസ് ആൻ ഐക്കോൺ. എൻ്റെ പൊന്ന് ചിക്കൻ ലിക്കനെ, ഇത് ആ സ്കൈ താഴെ വീണതൊന്നുമല്ല, ഇത് ഒരു ഏക്കോൺ ആയിരുന്നു. ഐ ആക്സിഡൻ്റലി ഡ്രോപ്ഡ് ഇറ്റ് ഓൺ യുവർ ഹെഡ്. ഞാൻ അബദ്ധവശാതെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് നിൻ്റെ തലയിൽ വീണതാണ്. ഓ ദാറ്റ് വാസ് എബൌട്ട് ഏക്കോൺ. ഓ ദൈവം, ഈ ബഹളമല്ല ഉണ്ടായത് ഏക്കോണെ കുറിച്ചാണ്. നമ്മൾ ടർക്കിയിലാക്കി കൽബുതോ കേട്ടോ. ഓ ഡിയർ സോറി അബൌട്ട് ദാറ്റ് എവ്രി വൺ. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിക്കന് കാര്യം മനസ്സിലാവും. ചിക്കൻ ലിക്കൻ എല്ലാവരോടും സോറി പറയും. അപ്പം നമ്മുടെ സ്റ്റോറി ഇവിടെ അവസാനിച്ചു. എന്ത് ബഹളപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നല്ലേ. എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദ സ്റ്റോറി. അപ്പം നമ്മളൊരു പുതിയ സ്റ്റോറി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, സീ യു, ബൈ ബൈ.